ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഓവറോൾ എനർജിയിൽ അതാണ് വന്നിരിക്കുന്നത്. അവർ എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദി ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ മാസ്റ്റർ ഡെക്ക് എന്താണെന്ന് വെച്ചാൽ 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ആയിരിക്കണം, നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് പോലെ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത്. ഒരു ഫാമിലി പോലെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നത്. അവരുടെ തന്നെ ഒരു ഫാമിലിയാണ് ഒരു ഹസ്ബൻഡ് ഒരു വൈഫായിട്ട്. അപ്പോൾ അത്രയധികം പ്രാധാന്യം തന്നിരുന്ന ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയിരുന്നവരാണ്, അല്ലെങ്കിൽ അതിലേക്കെല്ലാം നിങ്ങളൊരു മാരേജിലേക്കൊക്കെ എത്തി നിൽക്കപ്പെട്ടവരായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ടായിരിക്കാം നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ദി ഹാങ്ഡ് മാൻ എനർജിയാണ്. അവർ ഭയങ്കര സ്റ്റക്കാണ് ആ ഒരു ചിന്ത. കാരണം നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര സ്റ്റക്കായിട്ടാണ് അവർ ആലോചിക്കുന്നത്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരിപ്പോൾ ഉള്ളത്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പക്ഷേ അവർക്ക് ഈ ഒരു സമയത്ത് അവർ ഒരു ഹാപ്പി ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ ആര് കണ്ടാലും അവർ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഓക്കെയാണ്, അവർക്ക് ഞാനില്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുള്ളത്. പക്ഷേ അങ്ങനെയല്ല. അവർ നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിൽ ആൾ ഇപ്പോൾ സ്റ്റക്കാണ്. പക്ഷെ അവർ ഓക്കെ ആയിട്ടാണ്, പുറമേ അവർ നല്ലൊരു ഓക്കെയാണ്, അകത്ത് ആൾ ഭയങ്കര സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ഇതന്നെയാണോ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് മനസ്സിലായി. ഒരുപാട് ഈ ഒരു ബന്ധത്തിൽ, കാരണം നമുക്ക് വീണ്ടും വീണ്ടും വരുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ അതുപോലെയാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നതും അതുപോലെയാണ് നിങ്ങളെ കാണുന്നതും കേട്ടോ. ഇവിടെ 6 ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ ഈ ഒരു വ്യക്തി എബ്രോഡുള്ള വ്യക്തിയായിരിക്കാം. ഇപ്പം നിങ്ങളിൽ നിന്നും അകന്ന് മാറിയതായിട്ട് ആൾക്കൊരു സാഹചര്യവശാൽ ഇപ്പോഴും ആൾ സ്റ്റക്കാണ്. ആൾക്ക് അതിൽ നിന്ന് ആൾ മോണായിട്ടില്ല. ആ ഒരു സ്റ്റക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അതെന്താണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ഒരു സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്തുള്ളതായിട്ടാണ് കാണുന്നത്. ഒത്തിരി സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ട്. അതിൽ യാതൊരു കുറവും വന്നിട്ടില്ല ആ ഒരു സ്നേഹത്തിൽ. പക്ഷെ നിങ്ങളാണ് അവരുടെ എല്ലാം എന്നാണ് ഇതിൽ കാണുന്നത്. അവരുടെ എല്ലാം നിങ്ങളുള്ളപ്പോഴാണ് അവർ കൂടുതലും സന്തോഷിക്കുന്നത്. ഇപ്പോഴും അതെ, ഏത് സാഹചര്യത്തിലായാലും അവരുടെ മനസ്സുള്ളത് നിങ്ങളിൽ തന്നെയാണ്. അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളെ ബ്ലോക്കാക്കി വെച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ബ്ലോക്കാണ്. അവർക്ക് ശരിക്കും ഇവർ മാറി നിൽക്കുക, ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവരുടേതായ ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു കലഹം, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്കിടയിൽ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ആൾ ബ്ലോക്കാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും സൈലൻ്റായിട്ട് മാറി നിന്ന വ്യക്തിയായിരിക്കാം ഇത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് നടന്നതിൻ്റെ ഇത് കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു തകർന്നൊരവസ്ഥ, അത്രത്തോളം ഡീപ്പ് ലെവലിലെത്തിയ ഒരു ബന്ധം ഇപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ.
പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ബാലൻസ് വേണമെന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ക്യാഷിൻ്റെ എന്തെങ്കിലും പ്രശ്നം, അത് കുറച്ചൊരു 10% പേർക്ക് മാത്രമാണ് അതങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ അത്. ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് നല്ല രീതിയിൽ നേരിടുന്ന വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. പക്ഷേ ആളിപ്പോൾ സ്നേഹമൊക്കെ, നിങ്ങളോടുള്ള ഒരു സ്നേഹം ഒക്കെ ഉണ്ട്. ആൾ അതൊക്കെ കൺട്രോൾ ചെയ്തു വെച്ചതായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് സ്നേഹം നിങ്ങളടുത്തുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. പുറമെ ആളൊരു ജാട, ഒരു ഈഗോ പോലെയാണ് നിൽക്കുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും. ഇത് കണ്ടോ, ഏസ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളോടുള്ള സ്നേഹത്തിന് അളവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്തോ ഒരു കാര്യത്തിൽ അവർക്കൊരു നിരാശയാണ്. നിങ്ങളുടെ കാര്യത്തിലാണ് അത്. ആൾക്ക് ഭയങ്കര നിരാശ, കുറ്റബോധം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നിരാശ വരുന്നുണ്ട്. ഇതിനകത്തൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു ബന്ധത്തിനകത്ത്. അതാണ് കാരണം. ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു വ്യക്തിക്ക് അത്രയും നിരാശ വരാൻ കാരണം ഇതിനകത്തൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അത് ഈ വ്യക്തിയുടെ ഇവിടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി. ഒരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞു, അതിലിപ്പോൾ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ ഇതൊരു കണക്ഷനിലേക്ക് പോയ വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കുറ്റബോധമായിരിക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾ തമ്മിൽ ഈ ഒരു ബന്ധം ചില സാഹചര്യത്തിൽ ഇത് തീർത്തും എൻഡായതായിരിക്കാം, അല്ല എങ്കിൽ ഇത് നോ കോണ്ടാക്റ്റിലേക്ക് പോയതായിരിക്കാം. അത്രയും വേദനാജനകമായ ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിയും നേരിടുന്നതായിട്ടാണ് കാണുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള വേദനാജനകമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നേരിടുന്നത്. ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ ഇവിടെ കണ്ടോ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കൂടുതലായും ഇതിൽ ഒരു വ്യക്തിക്ക് ഫ്രണ്ട്സൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് ഫ്രണ്ട്സൊക്കെ കുറച്ച് കൂടുതലാണ്. അവരുമായിട്ട് എന്താ പറയുക, കൂട്ടുകെട്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ. അപ്പോൾ പുറമേ ഈ വ്യക്തി അങ്ങനെയാണ്, കാരണം ഉള്ളിൻ്റെ ഉള്ളിലാണ്. പുറമേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പുറമേ ഈ വ്യക്തി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഹാപ്പി ആണെന്നുള്ള ഭാവത്തിൽ ചില സാഹചര്യത്തിൽ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് അവർക്കും ഒരു കുഴപ്പമില്ല, അവർ ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്. കാരണം ഈ വ്യക്തി പുറമെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾ ഭയങ്കര എന്താ പറയുക, കളി തമാശ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം ആളെ കാണുമ്പോൾ, ഒരു ഭയങ്കര കളി തമാശയിൽ നീങ്ങുന്ന പോലെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ മൈൻഡിലാണ് ആ ഒരു വ്യക്തി ഉള്ളത്. ഈ ഒരു സമയത്ത് ആൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മനസ്സുകൊണ്ട് ആളൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞു എങ്കിൽ പോലും ആൾ അത് ചിന്തിക്കുകയാണ്. അതായത് മനസ്സുകൊണ്ട് ആളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. പക്ഷെ അത് കൂടുതലും നിങ്ങളുടെ കാര്യത്തിൽ ആൾ സ്റ്റക്കായത് കാരണം ഇനി എന്താണ് നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടതെന്ന് ആൾ ആലോചിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി എന്താണ് മുന്നോട്ട്, എങ്ങനെ ശരിയാകും എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ്. ആൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഈ ഒരു സമയത്ത്. പക്ഷെ എങ്കിൽ പോലും ആൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന്, ആൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്, അതിൽ നിന്ന് ആൾ പിന്മാറില്ല എന്നുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അത്രയും ഡീപ്പ് കണക്ഷനാണ്. അപ്പോൾ ആൾക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, അത് ശരിക്കും ഈ ഒരു വ്യക്തിക്ക് 10% പേർക്ക് ഈ ഒരു വ്യക്തിക്ക് കണക്ഷൻ ഉണ്ട്. അത് സാധാരണ ഒരു ഇതല്ല, സംശയമല്ല, അത് കറക്റ്റാണ്. ഈ വ്യക്തിക്ക് വേറൊരു വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് ഈ വ്യക്തി പോകുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പ് കണക്ഷൻ ആയിരുന്നു. ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്. നിങ്ങളെ മെരുക്കിയെടുക്കാൻ ആ വ്യക്തി റെഡിയാണ്. നിങ്ങളെങ്ങനെയായാലും ശരി ആ വ്യക്തിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരും ആൾ. കാരണം ആൾക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം.
മലപ്പുറം ഡാൻസ് അറിയുന്നവരായിരിക്കാം, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവർ, ബാങ്കിൽ ജോലിയുള്ളവർ, ഡ്രൈവർ. പത്തനംതിട്ട, കാസർഗോഡ് കെ ആണ് വന്നിരിക്കുന്നത്. പിങ്ക് കളർ. കാർത്തിക, ഭരണി നക്ഷത്രം, അത്തം, ഗൾഫ് രാജ്യം, ഇടുക്കി, എറണാകുളം, ഉത്രാടം, ഉത്രട്ടാതി, ലെറ്റർ ഐ, ലെറ്റർ ഒ, അശ്വതി, ലെറ്റർ സെഡ് ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ വൈ, ലെറ്റർ ബി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ എൻ, പർപ്പിൾ കളർ. ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രം, യെല്ലോ കളർ. ലെറ്റർ യു. ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. 20, 31, 40 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.